ഇന്ന് മനോരമയിൽ ഒന്നാം പുറത്തെ വാർത്ത 4 കോളത്തിൽ വലിയ വാർത്തയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും കാന്തപുരം, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അറിയിച്ചു എന്നതാണ്. ഇന്നിപ്പോൾ 10:45 ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വന്നിരിക്കുന്നു. കാന്തപുരം ഇങ്ങനെ അവകാശപ്പെട്ട് എക്സിലിട്ടിരുന്ന ട്വീറ്റ് പിൻവലിച്ചു. മാത്രമല്ല കേന്ദ്ര സർക്കാർ പറയുന്നു ഇങ്ങനൊരു കാര്യം അറിയാനേ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കാന്തപുരം ട്വീറ്റ് പിൻവലിച്ചത്. അപ്പോൾ കാന്തപുരം കുറച്ച് ദിവസമായി, കഴിഞ്ഞ മാസം 15-ാം തീയതി മുതൽ ഇങ്ങനെ താൻ ഇടപെട്ടു, സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയാണ് നിർണായകമായ തീരുമാനം പറഞ്ഞിട്ട് ഇപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു. ഇതെന്താ നടക്കുന്നത്? അതെ, ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കരുത്. കാന്തപുരം അത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം ചർച്ചകൾ പരസ്യമായി കഴിഞ്ഞാൽ അതിൽ വിരുദ്ധമായ ചില ഇടപെടലുകളുണ്ടാകും. ഇവരെ വിടരുത് എന്ന് വാശിയുള്ളവരുണ്ടാകും. തലാലിൻ്റെ സഹോദരൻ വീണ്ടും ഇന്ന് പറഞ്ഞിരിക്കുന്നു, ഇല്ല, അങ്ങനെ ഒരു തീരുമാനമില്ല. അത് ദാറ്റ് ഷോസ് ഹിസ് ഡബിൾ മൈൻഡ്. എന്ത് ചെയ്യണം എന്ന് പിടിയില്ലാത്ത ഒരു മനുഷ്യൻ. ഇപ്പുറത്തൂടെ ഈ പറഞ്ഞ മതപണ്ഡിതന്മാർ അവരൊക്കെ പെർസ്യൂ ചെയ്യുന്നു, വീട് മോനെ പോട്ടെ, മരിച്ചവരോ മരിച്ചു, ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ശിക്ഷിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? അല്ല, 110 കഷ്ണമാക്കിയില്ല, ടാങ്കിലിട്ടില്ല, ശരി, അതൊക്കെ ചെയ്തു. ഇപ്പോൾ അയാൾ തിരിച്ചു വരുമോ? ഈ പെങ്കൊച്ചിനെ തൂക്കിക്കൊന്നാൽ ഇല്ലല്ലോ. അവർ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിനക്ക് വേണ്ടത് അല്ലാഹു തരും. അല്ലാഹു കരുണാമയനാണ്, ക്ഷമിക്കാൻ പഠിപ്പിച്ചവനാണ്. ഇങ്ങനെയൊക്കെ അതൊരു മോറൽ പ്രഷർ. ഇപ്പുറത്ത് നീ ഈ മീശയും വെച്ച് നടക്കുന്ന എന്തിനാടാ? നിൻ്റെ സഹോദരനെ കൊന്ന് കഷ്ണമാക്കി മുറിച്ച് ടാങ്കിലിട്ട് അവൾ നേടിക്കൊണ്ട് പോകാൻ പോകുന്നു. നീ 1 കോടി രൂപ എത്രയും നിനക്ക് ദയാധനം തരാമെന്ന് പറഞ്ഞു. അല്ല, അത് ഉറപ്പിച്ചിട്ടില്ല ചേട്ടാ. ഉറപ്പിച്ചോ, ആ കാശ് മേടിച്ച് നക്കട ആണോ അതൊക്കെ? ഞാനാണെ മേടിക്കില്ല. എന്നിട്ട് അവൻ വിജയം വെച്ച് നടക്കുന്നു. സഹോദരനാണ് പോലും, സഹോദരൻ. ഇപ്പുറത്തുനിന്ന് പ്രഷർ. എന്ത് ചെയ്യും തല? അയാളൊരു മനുഷ്യനില്ല. കോടതി സംഗതി ഒക്കെ ഒന്നാമത് യമനിൽ എന്ത് കോടതി? അരാജകത്വം നിലവിലുള്ള സ്ഥലമാണ് യമൻ. ഹൂത്തികളിലേക്ക് സെൻട്രൽ യമൻ്റെ വലിയൊരു ഭാഗം ഭരിക്കുന്നത് ഹൂത്തികളാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ഹൂത്തിയുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന സനയിലാണ്. അവിടെ എന്തും ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. കുറ്റവാളിയെ വെടിവെച്ച് കൊല്ലാനും അവർക്ക് പറ്റും. കുറ്റവാളി അവരുടെ ഹലാൽ കഴുത്തറുത്ത് കൊല്ലുക എന്ന് പറയില്ല, കൈ പുറകിൽ കെട്ടിയിട്ട് ഇരുത്തി തല ഇങ്ങനെ പുറകോട്ട് പിടിച്ചിട്ട് മെല്ലെ കത്തി കൊണ്ട് അറുത്തറുത്തറുത്ത് കൊല്ലുക. അല്ല, ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയും സാഹചര്യമുള്ള സ്ഥലമാണ് ഈ യമൻ. അവിടെയാണ് ഈ കളി നടത്തേണ്ടത്. ഈ കളി നടത്തണം, ഇവരെ രക്ഷിച്ചെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വളരെ സൂത്രത്തിൽ ആരോടും പറയാതെ വേണം നീങ്ങാൻ. കേന്ദ്ര സർക്കാർ ഇത് അവർ അറിയാമെങ്കിൽ പോലും അറിഞ്ഞുകൂടുന്നേ അവർ പറയുള്ളൂ, അങ്ങനെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, കാന്തപുരം ഇടപെട്ടിട്ടും ഉണ്ടാവാം, പക്ഷെ എവിടെയോ പാളാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വാൾത്തലപ്പിലൂടെ ഒരു നടപ്പാണ്. കാന്തപുരം നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നത് വാളിൻ്റെ ഇത് ക്ഷുരസ്യധാര എന്ന് പറയുമല്ലോ, അത്ര തിന്നായിട്ടുള്ള ഏരിയയിൽ സൂക്ഷിച്ച് കാല് വെച്ചാണ് കാന്തപുരം നടക്കേണ്ടത്. അല്പം പാളിക്കഴിഞ്ഞാൽ കാലും മുറിയും കാന്തപുരം താഴെ വീഴുകയും ചെയ്യും. അപ്പം അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എനിക്ക് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തണമെന്നോ ശിക്ഷിക്കണമെന്നോ വാശിയൊന്നുമില്ല. അവിടെ നടന്ന ഒരു സംഭവം അവർ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ബട്ട് ഇൻ പ്രിൻസിപ്പിൾ, ഇന്ത്യൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് കോമ്പൗണ്ട് ചെയ്യാവുന്ന ഒരു കുറ്റമല്ല. ക്രിമിനൽ കേസിൽ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഉണ്ട്. അതായത് വാദിയും പ്രതിയും ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ശരി, തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കോമ്പൗണ്ടബിൾ ഒഫൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറത്തും കോടതികൾ കോമ്പൗണ്ട് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. അതിലൊന്നാണ് ബലാത്സംഗ കേസ്. ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസം. എത്ര ബലാത്സംഗ കേസുകൾ ഹൈക്കോടതികൾ ഒത്തുതീർപ്പാക്കി വിടുന്നുണ്ടെന്നറിയാം. എന്നുവെച്ചാൽ ബലാത്സംഗം ചെയ്ത് ശരി,
അവൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ബലാത്സംഗമാണ്. 4-5 വർഷം കഴിയുമ്പോൾ 2 കുടുംബക്കാരും ആ കൂടെ പേര് ചീത്തയായി നാശമായി. പെണ്ണിനെ വേറെ ആരും കല്യാണം കഴിക്കില്ല. ഇവൻ ജയിലിൽ കിടന്നുകൊണ്ട് പറയും, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, ഞാൻ അത്രയ്ക്ക് മോഹിച്ചു പോയി, അവൾ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ ബലാത്സംഗം ചെയ്തു, പറ്റിപ്പോയി. പെണ്ണും വിചാരിക്കുന്നു ഏതായാലും ഇനിയിപ്പോൾ ഞാൻ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല അവനെന്താ ഒരു കുഴപ്പം, അവൻ കുറേ കാലം എൻ്റെ പിന്നാലെ നടന്നു, ഞാൻ സമ്മതിച്ചില്ല, അവൻ മാറിയില്ല. വാസ്തവത്തിൽ അത്രയധികം എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവൻ പട്ടിയെപ്പോലെ എന്നെ പിന്നാലെ നടക്കുന്നു. പോടാ എന്ന് പറയുമ്പോൾ പോകുന്നു, വടാ എന്ന് പറയുമ്പോൾ വരുന്നു. പട്ടിയുടെ സ്നേഹം അൺകണ്ടീഷണൽ ലവാണ്. അതായിരുന്നില്ല അവൻ എന്നോട്. ഇങ്ങനെ അവസാനം 2 കൂട്ടരും കോടതിയിൽ പറയുന്നു, ഈ കേസൊന്ന് തീർത്താൽ ചെറുക്കനെ പുറത്തിറക്കി തരണം, ഞങ്ങൾ കല്യാണം നടത്താൻ തയ്യാറാണ്. ചെറുക്കൻ്റെ വക്കീലും പെണ്ണിൻ്റെ വക്കീലും സബ്മിറ്റ് ചെയ്യുന്നു ഹൈക്കോടതിയിൽ, ജീവിക്കാൻ അനുവദിക്കണം, ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. ഹൈക്കോടതി സമ്മതിച്ചു. ആദ്യത്തെ കേസായിട്ട് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് രാജസ്ഥാൻ ഹൈക്കോടതിയാണ്. ബോൾഡായിട്ട് പോയി ജീവിക്കുക എവിടെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് കേസ് ക്വാഷ് ചെയ്തങ്ങ് വിട്ടു. അതിനുശേഷം ഒരുപാട് കോടതികൾ അത് ചെയ്തു. ഐ ക്യാൻ ഗിവ് യു എൻ നമ്പർ ഓഫ് ഡിസിഷൻ സേയിങ് ദാറ്റ് ജോ ഹോ ഗയാ ഹോ ഗയാ. നമ്പർ 2 ആണ് പോക്സോ കേസ്. 15-16 ഒക്കെ വയസ്സിൽ ഇത് സംഭവിക്കുന്നു. കേസ് പോക്സോയാണ്. നമ്മൾ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു ഭീമാകാരനായ മനുഷ്യൻ പീഡിപ്പിക്കുന്ന ചിത്രമാണ് വരുന്നത്. ഇതങ്ങനെയല്ല. പെൺകുട്ടിക്ക് 14 വയസ്സ്, അല്ലെങ്കിൽ ആൺകുട്ടിക്ക് 14 വയസ്സ്, പെൺകുട്ടിക്ക് 15. പെൺകുട്ടി ഗർഭിണിയായി, എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് കേസായി ഇവനെ പിടിച്ച് ജയിലിലോ ജുവനൈൽ ഹോമിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിക്കും. കാലം കടന്നു പോകുന്നു, ഈ കേസ് തീരുന്നില്ലല്ലോ. കാലം കടന്നുപോയി, 2 പേർക്കും പ്രായപൂർത്തിയായി. കൺസെൻറ്റോടു കൂടിയാണ് ഈ സംഭവം നടന്നത്. പെണ്ണ് പറയുന്നു, ഞാനാണ് അവനെ വിളിച്ചു വരുത്തിയത് എന്ന് വരെ പറയുന്നു. ബട്ട് പോക്സോ തന്നെയാണ്, കാരണം പെൺകുട്ടി മൈനറല്ലേ. പറഞ്ഞ് പെൺകുട്ടി മേജറായി. ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുമ്പോൾ എന്തു ചെയ്യും? ഇവർ കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. 2 വീട്ടുകാരും, പെൺവീട്ടുകാർ ഇവനെ സ്വീകരിക്കാൻ തയ്യാറാണ്. കോടതി പറയും, ശരി, ദ ഇല്ലീഗാലിറ്റി ഹാസ് വാനിഷ്ഡ്. കഴിഞ്ഞ ആഴ്ച അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റിലെ വാക്യമാണ് ഞാൻ പറയുന്നത്. ദ ഇല്ലീഗാലിറ്റി ഹാസ് വാനിഷ്ഡ് എന്ന് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തുറന്നു വിടുക, അവരെവിടെയും പോയി ജീവിച്ചോട്ടെ. കാരണം കല്യാണം കഴിക്കാൻ സമ്മതിച്ചു, 2 വീട്ടുകാരും സമ്മതിച്ചു, അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ സമ്മതിച്ചു കഴിഞ്ഞാൽ കോടതി പറഞ്ഞു പിന്നെ ഇതിനകത്ത് ക്രൈമില്ല. അല്ല, പോക്സോ സെക്ഷൻ എവിടെ ഇരിക്കട്ടോ? ഇവരോട് യു ഗോ ടു ദ ലോവർ കോർട്ട്, ട്രയൽ കോർട്ടിൽ പോവുക, അവിടെ പോയിട്ട് പറയാനുള്ളത് പറയുക. ഒന്നും മൊഴി മാറ്റി പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, ഞാൻ ഇയാളല്ല അയാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ട്രയലിൽ അങ്ങ് തള്ളിപ്പോവും. നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോ. ഈ രീതിയിൽ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള റേപ്പ് പോലത്തെ, പോക്സോ കേസ് പോലത്തെ വിഷയങ്ങൾ പോലും അൺഒഫീഷ്യലി കോമ്പൗണ്ടബിൾ ആയിട്ട് അവരുടെ സ്പെഷ്യൽ പവേഴ്സ് ഉപയോഗിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും തീർത്ത് വിടുന്നു. കൊലപാതകം പക്ഷേ ഇതുവരെ അങ്ങനെ തീർത്ത് വിട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. ആ നാട്ടിൽ കൊലപാതകവും ഇതുപോലെ തീർക്കും. ഒരു ജീവനെടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് ഞങ്ങളൊരു 5 കോടി രൂപ തന്നേക്കാം. ചിലർ കാശേ വേണ്ടെന്ന് പറയും. അവിടുത്തെ കോടതി ശരി, മറ്റേയാൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളെ തൂക്കുശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം, പക്ഷേ ജയിൽ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ പലവിധ കണ്ടീഷൻസ് വെച്ചിട്ട് അവർ വിടുന്നു. ഇതൊന്നും എല്ലാ രാജ്യങ്ങളിലും ഒന്നും അല്ല, ബട്ട് ചില രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അത് യമനിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് യമനിൽ നിയമമോ നിയമവാഴ്ചയോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിവേ സംതിങ് ഈസ് ദെയർ. അപ്പോൾ അതിൽ നിന്നാണ് ഈ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് പരസ്യമാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഞങ്ങൾക്ക് അറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എംബസി ടു എംബസി അവർക്ക് ഇങ്ങനത്തെ ഇൻ്റർവെൻഷൻ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദ ലോ. കാന്തപുരത്തെ അവർക്കറിയാം, കേന്ദ്ര സർക്കാരിനും അറിയാം, അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നും അറിയാം.
ബട്ട് നിങ്ങൾ ഒഫീഷ്യലി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാന്തപുരം ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാനും പറ്റൂ. അല്ലെങ്കിൽ യമനിൽ നിന്ന് ചോദ്യം വരും, വൈ ആർ യു ബ്രിങ്ങിങ് എ തേർഡ് പാർട്ടി ഇൻ ബിറ്റ്വീൻ? അതിനെന്ത് സമാധാനം പറയും? എംബസി ചെയ്യേണ്ട ജോലി എംബസി അല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ കാന്തപുരമാണോ ചെയ്യേണ്ടത്? അല്ല, കാന്തപുരം ഞങ്ങളുടെ നാട്ടിലെ വലിയ മാന്യനാണ്. വി ഓൾസോ നോ ഹിം, വി ഹാവ് ഹേർഡ് അബൌട്ട് ഹിം, ബട്ട് ഹൗ ക്യാൻ ഹീ ഡസ് നോട്ട് ഫിറ്റ് ഇൻ ടു ദ സ്കീം ഓഫ് തിങ്സ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, കാന്തപുരത്തെ അറിയില്ല, അദ്ദേഹം ഇടപെട്ടതും അറിയില്ല, എന്താണെന്നും അറിയില്ല. എന്നിട്ട് കാന്തപുരത്തോട് പറയും ഇതിങ്ങനെയല്ലേ പറയുമോ? കാന്തപുരം പറയാം അത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി, ഞാനവിടെ വേറെ ആളെ വെച്ചോളാം. അത് ചെയ്യാം, പക്ഷെ പുറത്ത് പറയരുത്. പക്ഷെ ഇത് പുറത്ത് പറഞ്ഞതാണ് ഇത് വഷളാക്കിയത്. ഈ കാന്തപുരവും ഇപ്പോൾ ഏകദേശം നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഈ ഉപദേഷ്ടാക്കൾ ഒരുപാട് കൂടുതലാണ്. അവർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കണം. അല്ലാതെ ഞാൻ പേഴ്സണലി ഒരുപാട് കാര്യത്തിൽ എനിക്ക് വളരെയധികം എതിർപ്പുള്ള വ്യക്തിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ബട്ട് ഈ കാര്യത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ആ മനുഷ്യൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഹീ ഈസ് എൻ എമിനൻറ്റ് പേഴ്സൺ ഇൻ കേരള. അങ്ങനെയുള്ള ഒരാളിന് ഇത് ഇപ്പം ചാടിക്കേറി ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കൂടെ നിൽക്കുന്ന ആരോ ഒക്കെ ഉപദേശിച്ച്, അല്ലാതെ കാന്തപുരം എക്സിലില്ല, ഉള്ള സത്യം ഞാൻ പറയാൻ. കാന്തപുരം എക്സിലില്ല. കാന്തപുരത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോ ആരെങ്കിലും വിളിച്ച് എക്സിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കുറിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെയുള്ളവരുടെ അമിതാവേശം മാത്രം. അത് അപ്പോൾ കാന്തപുരം ചോദിക്കും, എടാ ആരടാ ഇത് പരസ്യപ്പെടുത്തിയത്? അല്ല, അത് എക്സിൽ പോസ്റ്റ് ചെയ്തു. എവിടെ പോസ്റ്റ് ചെയ്തു? എക്സ്. അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ കോഴിക്കോട്? അല്ല, പോസ്റ്റ് ഓഫീസ് അല്ല ഉസ്താദ്, അത് ഇങ്ങനെയാണ്. ഇതെന്ത് കുന്തം? അല്ല, ഇത് സോഷ്യൽ മീഡിയ. അതെന്ത് മീഡിയ? എടുത്തു കളയാ. അതായിരിക്കും ഇപ്പോൾ സംഭവിച്ചത്. മിക്കവാറും അതായിരിക്കും സംഭവം. അല്ലാതെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കാന്തപുരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? നമ്മൾ കണ്ടിട്ടില്ല. ഇവരൊക്കെ അതിന് മുകളിലാണ്. വി ഹാവ് ലോട്ട് ഓഫ് ഡിസഗ്രിമെൻറ്റ് വിത്ത് ദം, ബട്ട് അവരുടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതുപോലത്തെ കലാപരിപാടിയൊന്നും അവർ ഉപയോഗിക്കാറൊന്നുമില്ല. ഹി ഹാസ് ഗോട്ട് ഹിസ് ഓൺ ന്യൂസ് പേപ്പർ. കാന്തപുരത്തിന് സ്വന്തം പത്രമുണ്ടല്ലോ, സിറാജ്. ആ സിറാജിൽ എഴുതിയാൽ മതി. അദ്ദേഹത്തിന് എഴുതാനുള്ളത് അതിലാണ് എഴുതാറുള്ളത്. വായിക്കേണ്ടവർ വായിച്ചോ, അല്ലാത്തവരും വായിക്കേണ്ട, പോകില്ല. ഈ രീതിയിൽ ജീവിക്കുന്നവരാണ്. അപ്പം ഇതിനകത്ത് ഈ അമിതാവേശ ഉത്സാഹ കമ്മിറ്റിക്കാരുണ്ടല്ലോ, അവർ അങ്ങനെ ചെയ്തതായിരിക്കണം. ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ആളുകൾ. അതെ, അതൊക്കെ വെറുതെ കാന്തപുരത്തിന് ദോഷമേ ചെയ്യുള്ളൂ. അത് വന്ന് കാന്തപുരം ഇടപെട്ടിട്ടും നടന്നില്ല, മാറ്റേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷീണമാണ്. ആ ക്ഷീണാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചില ആളുകൾ. ഞാൻ അത് ഒരു ക്ഷീണാവസ്ഥ പോലും എന്ന് കാന്തപുരം കരുതേണ്ട കാര്യമില്ല. യു ട്രൈഡ് സംതിങ്, യു ഡിഡ് നോട്ട് ക്ലിക്ക്. അതെ, അത് എവിടെയാണ്? യമനിൽ, സൗദി അറേബ്യയുടെ മൂട്ടിലുള്ള ഒരു രാജ്യം. സൗദി അറേബ്യ തന്നെ പലതവണ യമനെ ആക്രമിച്ചിട്ടുണ്ട് ഇവരുടെ ശല്യം കൊണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങളൊരു അറ്റംപ്റ്റ് നടത്തി വിജയിച്ചില്ല. അതിൽ നാണക്കേടോ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. ബട്ട് നമ്മുടെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കും. ഇതൊന്നും കാന്തപുരം അറിയുകയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ താനിപ്പം അങ്ങ് ഉണ്ടാക്കുന്നവന് എന്തായിടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർക്കൊരു ക്ഷീണം. അതിന് തിരിച്ചു പറയാനൊന്നുമില്ല. അപ്പോൾ അവർ പറയും, നരേന്ദ്രമോദി ഘാനയിൽ പോയിട്ട് ചമ്മിപ്പോയില്ലേ എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാകും. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതൊരു മനുഷ്യജീവനാണ് എന്നുള്ള ഇതില്ലാതെ അതിനുവേണ്ടി ഞാനെപ്പോഴും പറയുന്നു, എനിക്ക് അവർ രക്ഷപ്പെട്ട് വരണമെന്നോ വരരുതെന്നോ ഒരു താല്പര്യവും എനിക്കില്ല. ഞാൻ ഇതിൽ ന്യൂട്രലാണ്, കക്ഷിയല്ല. കാരണം ബേസിക്കലി ക്രിമിനൽ കേസുകൾ ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്യുന്നത് ശരിയല്ല, അൺലെസ് ദർ ഇസ് സഫിഷ്യൻറ്റ് റീസൺ ബിഹൈൻഡ് ദാറ്റ്. കൊലപാതകമൊക്കെ അങ്ങനെ കോമ്പൗണ്ട് ചെയ്യാവുന്നില്ല. ഞാൻ ഈ ഗോവിന്ദച്ചാമിയുടെ കേസുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ ഇതേ ആർഗ്യുമെൻറ്റ് BA ആളൂർ പറയാൻ തുടങ്ങിയതാണ്. കോടതി സമ്മതിച്ചില്ല. മിണ്ടണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങളൊന്നും സംസാരിക്കണം, വാദിക്കാൻ സമ്മതിച്ചില്ല. ആളൂരിൻ്റെ സംഭവം ഇതായിരുന്നു. ഗോവിന്ദസ്വാമി വാസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ദിസ് ഗേൾ. മാഡ്ലി ഇൻ ലവ് വിത്ത്, റിയലി മാഡ്, ഭ്രാന്ത് പിടിച്ച്. അത് സൗമ്യ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഗോവിന്ദസ്വാമിയും ബലാത്കാരം ചെയ്യുന്നത്. ബട്ട് ഈ സെൻറ്റൻസ് പൂർത്തിയാക്കാൻ
ജസ്റ്റിസ് യു ലളിത് സമ്മതിച്ചില്ല. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് സംസാരിക്കാൻ സമ്മതിച്ചില്ല. കഷ്ടിച്ച് 10 മിനിറ്റാണ് ഗോവിന്ദസ്വാമി കേസ് സുപ്രീം കോടതിയിൽ വാദിച്ച ഒറ്റ പോയിന്റ് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചാടിയതാണോ ഉന്തിയിട്ടതാണോ അത് സംശയമാണ്. സംശയത്തിൻ്റെ ആനുകൂല്യം ആർക്ക് കൊടുക്കണം? പ്രതിക്ക് കൊടുക്കണം. ഇപ്പോൾ പലരും പറയുന്നത് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്തതൊന്നുമല്ല. വധശിക്ഷയ്ക്കുള്ള സ്കോപ്പില്ല. കൊലപാതകം അയാൾ ചെയ്തു എന്ന് സംശയാതീതമായിട്ട് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വധശിക്ഷ കൊടുക്കില്ല. സിമ്പിളാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിലും അങ്ങനെ ചെയ്തു. അല്ല കൊടുത്ത ശിക്ഷ വധശിക്ഷയൊന്നും വേണ്ട, എല്ലാം കുറയ്ക്കാം, ഇങ്ങനെയല്ല. കൊലപാതകം അയാൾ ചെയ്തു എന്ന് സംശയാതീതമായിട്ട് തെളിഞ്ഞിട്ടില്ല. അത് ഷെർലി വാസുവിൻ്റെ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉണ്ട്. പോട്ടെ, വേറൊരു വിഷയം. എനിവേ എവറിഥിങ് വെൻറ്റ് അഗൻസ്റ്റ് ദ പ്രോസിക്യൂഷൻ. അതെ അതെ. ഏതായാലും കാന്തപുരം ചില ഇടപെടലുകൾ നടത്തി എന്ന് സത്യമാണ്. അതിനെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. അല്ലേ, ഇത് ഈ പരസ്യപ്പെടുത്താതെ ഇത് ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. യു ഡു വാട്ട് എവർ യു വാണ്ട്. ഐ എം നോട്ട് ഫോർ ദിസ്. ബട്ട് ദെൻ അത് ചെയ്യാനുള്ളത് പല കാര്യങ്ങളും രഹസ്യമായിട്ട് വേണം ചെയ്യാനെങ്കിൽ അത് സക്സസ്ഫുൾ ആകും. അതെ. അതിനിടയ്ക്ക് ഇങ്ങനെ റണ്ണിങ് കമൻറ്ററി കൊടുക്കുക ടി വിയിൽ. അല്ല, ഇത് നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കി കഴിഞ്ഞ് കാന്തപുരം പറഞ്ഞാലും കേരളം വിശ്വസിക്കുമായിരുന്നു. ചിലപ്പോൾ വിശ്വസിക്കുന്ന കുറേ പേര് അത് തള്ളാണെന്ന് പറയും. ആയിക്കോട്ടെ, ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിങ് യു. അതെ. കാന്തപുരം ഹാസ് റീച്ച് ദ ഫാഗ് എൻഡ് ഓഫ് ഹിസ് ലൈഫ്. റോയലായിട്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ സീരിയലൈസ് ചെയ്തു പത്രത്തിൽ. ഐ തിങ്ക് മനോരമ ആണെന്ന് തോന്നുന്നു. ഹീസ് ആൻ അക്കംപ്ലിഷ്ഡ് മാൻ. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേര് കിട്ടിയിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ദെൻ ദ മീഡിയ വിൽ നോട്ട് ജസ്റ്റ് അലൗ ദിസ് ടു ഹാപ്പൻ. മനുഷ്യരെ സമാധാനമായിട്ട് ജീവിക്കാൻ മീഡിയയും സോഷ്യൽ മീഡിയയും സമ്മതിക്കില്ല. ഏതായാലും വാതിൽ തുറക്കും വരെ മുട്ടിക്കൊണ്ടേയിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.